എല്ലാവർക്കും നമസ്കാരം. ഇത് കണ്ടോ, ഇതൊരു സൂപ്പർ ചട്നി ആട്ടോ. ചട്നി എന്നോ ചമ്മന്തി എന്നോ വിളിക്കാം. ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കും. ആദ്യം ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചൂടാകുമ്പോൾ ആവശ്യത്തിന് മുളക്, ഞാനിവിടെ ഒരു 5 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി വേണമെന്നുള്ളവർക്ക് അത് മിക്സ് ചെയ്തിടാം കേട്ടോ. ഇത് ആദ്യം നമുക്ക് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കണം. കരിയരുത്, പക്ഷേ ചൂടാക്കിയെടുക്കണം. ഇങ്ങനെ എടുക്കുന്നതിന് കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിയാത്ത വിധത്തിൽ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത മുളകിലുണ്ടാക്കുന്ന ചമ്മന്തിക്കും ചട്നിക്കും ടേസ്റ്റ് കൂടുതലാണ്. ഇനി നമുക്കതിലേക്ക് ഒരു 3 ഒനിയനാണ് ഇട്ട് കൊടുക്കുന്നത്. 3 സവാള, ഒരു മീഡിയം സൈസുള്ള സവാളയാണ് ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇതിൽ സവാള ആയതുകൊണ്ട് തന്നെ കുറച്ച് എരിവുണ്ടെങ്കിലേ നന്നാവുള്ളൂ ചമ്മന്തി. ചെറിയ ഉള്ളി കൊണ്ടിടാങ്കിൽ അതും ആവാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് ഗോൾഡൻ കളറിലായി ഫുള്ള് ചുങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇതൊന്ന് പച്ചമണം ഒന്ന് ഏകദേശം ഒന്ന് മാറി വന്നാൽ മാത്രം മതി. പച്ചമണം മാറി ഒന്ന് സോട്ടായി തുടങ്ങണം. നന്നായി സോഫ്റ്റായി തുടങ്ങാറാവുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 പീസ് ടൊമാറ്റോ, ഒരുപാട് ടൊമാറ്റോ വേണ്ട, കാരണം ഇത് ഇഡ്ഡലിയുടെ കൂടിയും ദോശയുടെ കൂടിയൊക്കെ അധികം പുളിയില്ലാത്ത ഒരു ചമ്മന്തി ആയിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത് നമ്മൾ. അപ്പോൾ ഇതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് കണ്ടോ, ഈ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആവണം. ടൊമാറ്റോൻ്റെ പച്ചമണം മാറി സോഫ്റ്റ് ആവുന്നവരെ ഇതിനെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ടൊമാറ്റോവും നമ്മുടെ ഒനിയനും ഒക്കെ നന്നായി മിക്സായി നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഇതാ ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. തണുത്തതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഒരുപാട് ചൂടിൽ ചെയ്യേണ്ട. ഞാനിത് ഒന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ലാതെ അരച്ചെടുക്കുക. അതാണ് ഈ ചമ്മന്തിയുടെ ടേസ്റ്റ്. വെള്ളം ചേർക്കേണ്ട. അതിൽ തക്കാളിയുടെ ഉള്ളിയുടെയൊക്കെ വെള്ളം ഉണ്ടാകുന്നതുകൊണ്ട് നന്നായി അരിഞ്ഞ് കിട്ടും. കണ്ടോ, സൂപ്പറായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇതിൻ്റെ ഈ മിക്സ് തണുത്തതിന് ശേഷം അരക്കണം എന്ന് പറഞ്ഞത് ഇല്ല എങ്കിൽ തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാ ഞാനിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലിയൊക്കെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കളർ റെഡിഷായി വരും. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് നന്നായിട്ട് തൂവി കൊടുക്കാം. ഇപ്പം ഇതാ നമ്മുടെ ചമ്മന്തി റെഡി. സൂപ്പറായിട്ടിലേക്ക് കാണുമ്പോൾ തന്നെ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും വേറെ കൂട്ടൊന്നും വേണ്ട കേട്ടോ. ഞാനിത് ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. ഇതാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഒരു 2 ദിവസമൊക്കെ ഒന്ന് കേടുവരാതെ തന്നെ ഉപയോഗിക്കാനും പറ്റും. ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾ കൂടുതൽ കഴിക്കാതിരിക്കില്ല കേട്ടോ. അപ്പം ഞാൻ പോയി കഴിക്കട്ടെ. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ.